കേരളത്തെ ഒന്നടങ്കം പിടിച്ചുലച്ച ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് വീണ്ടും പുതിയൊരു വിവാദത്തിലേക്ക്. കേസിൽ പ്രതിസ്ഥാനത്തുള്ള ചെന്നൈ ആസ്ഥാനമായുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ച സർക്കാർ നടപടിയാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ കടുത്ത വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രദീപിനെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ U-ടേൺ അടിച്ചിരിക്കുകയാണ്. ശബരിമലയിലെ തിരുവാഭരണങ്ങളും ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളും സംബന്ധിച്ച് പുറത്തുവന്ന ഗുരുതരമായ ക്രമക്കേടുകളാണ് സംസ്ഥാനത്തെ പിടിച്ചുലച്ച ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിവാദത്തിന് തിരികൊളുത്തിയത്. 2019-ലും 2025-ലും നടന്ന സ്വർണ്ണ പണികളുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ ഹൈക്കോടതിയുടെ ഗൗരവകരമായ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവങ്ങളുടെ ഗതി മാറിയത്. ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ട സ്വർണ്ണാഭരണങ്ങളിൽ സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് ചേർത്ത് വഞ്ചന നടത്തിയതായും ഔദ്യോഗിക കണക്കുകളിൽ സ്വർണത്തിന്റെ ഭാരത്തിൽ ഭീമമായ വ്യത്യാസം ഉണ്ടായതായും കണ്ടെത്തിയത് ഭക്തജനങ്ങളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നു. ഈ കേസ് അന്വേഷണം കൂടുതൽ സങ്കീർണമായ തലങ്ങളിലേക്ക് നീങ്ങുകയും സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതിസ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു സർക്കാർ ഇടപെടൽ അരങ്ങേറിയത്. കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക പദവി നൽകി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി സർക്കാർ നിയമിച്ചത് കടുത്ത പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു. കുറ്റാരോപിതനായ വ്യക്തിയെ പ്രതിനിധീകരിച്ച അഭിഭാഷകനെ തന്നെ കേസ് വാദിക്കാൻ നിയമിച്ചത് അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ഗൂഢ നീക്കമാണെന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികളും ഭരണപക്ഷത്തെ തന്നെ ചില നേതാക്കളും ശക്തമായി ഉന്നയിക്കുകയുണ്ടായി. സത്യസന്ധമായ അന്വേഷണം നടക്കേണ്ട കേസിൽ പ്രതിഭാഗത്തെ സഹായിച്ച ആളെ തന്നെ സർക്കാരിന്റെ അഭിഭാഷകനായി നിയമിച്ചത് നീതി വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും ഈ നിയമത്തിലൂടെ കേസിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നതെന്നും വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വന്നതോടെ വിഷയം വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് KB പ്രദീപിന്റെ നിയമനം അസാധാരണമാണെന്നാണ് നിയമവിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. നേരത്തെ ദേവസ്വം വകുപ്പിന് ഉണ്ടായിരുന്നത് സീനിയർ ഗവൺമെന്റ് പ്ലീഡർ തസ്തിക മാത്രമാണ്. എന്നാൽ പ്രദീപിനെ നിയമിക്കാൻ വേണ്ടി മാത്രമായി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്ന പുതിയൊരു തസ്തിക സർക്കാർ സൃഷ്ടിക്കുകയായിരുന്നു. ഈ നിയമനത്തെ രൂക്ഷമായ ഭാഷയിലാണ് മുൻ ദേവസ്വം മന്ത്രി VN വാസവൻ വിമർശിച്ചത്. സ്വർണം കട്ടവർക്കെതിരായ കേസ് വാദിക്കാൻ ഇനി മുതൽ അവരുടെ ഏജന്റ് സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വിസ്മയമാണ് കേരളം കാണാൻ പോകുന്നത് എന്നാണ് മുൻ മന്ത്രി KN ബാലഗോപാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർ ഉന്നതതല ബന്ധങ്ങൾ ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണത്തിന് ഈ നിയമനം ബലം നൽകുന്നു. സർക്കാർ അഭിഭാഷകന്റെ നിയമനം സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രി K മുരളീധരൻ നിയമന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ താൻ ഇടപെടുകയില്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതെങ്കിലും ഈ ന്യായീകരണങ്ങൾ പൊതുസമൂഹത്തിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല. അതേസമയം വിവാദമായ ഈ നിയമനത്തിന് പിന്നിൽ കോൺഗ്രസ് അനുകൂല അഭിഭാഷക സംഘടനയുടെ ശക്തമായ ഇടപെടലുകളും നിർദ്ദേശങ്ങളും ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ശബരിമല വിഷയത്തിൽ UDF സർക്കാർ സ്വീകരിച്ചു വരുന്ന നിലപാടുകൾക്കെതിരെ BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ തെരുവിലിറങ്ങി ശക്തമായ സമരം നയിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ കുറ്റാരോപിതനായ വ്യക്തിയുടെ അഭിഭാഷകനെ തന്നെ കേസ് വാദിക്കാൻ നിയോഗിച്ചത് സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറി. സ്വന്തം മുന്നണിക്കുള്ളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നു വന്നതോടെ രാഷ്ട്രീയമായും ഭരണപരമായും വലിയ തിരിച്ചടിയാണ് ഈ നിയമനം സർക്കാരിന് സമ്മാനിച്ചത്. പ്രതിപക്ഷത്തിന്റെ സമരമുറകളെ നേരിടാൻ തയ്യാറെടുക്കുന്ന ഭരണകൂടത്തിന് സ്വന്തം പാളയത്തിലുണ്ടാവുന്ന ഈ അപ്രതീക്ഷിത വീഴ്ച രാഷ്ട്രീയമായി വലിയൊരു സെൽഫ് ഗോൾ ആയി മാറുകയും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിക്കുകയും ചെയ്തു. വിമർശനങ്ങൾ അതിരുകടന്നതോടെയാണ് സർക്കാർ പിൻവാങ്ങിയത്. മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് ഇടപെട്ടാണ് പ്രദീപിനോട് രാജി ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. നിയമനം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജിവെപ്പിക്കേണ്ടി വരുന്നത് UDF സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചയായും കേസിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിലുണ്ടായ ജാഗ്രത കുറവായും വിലയിരുത്തപ്പെടുന്നു. പ്രത്യേക അന്വേഷണ സംഘം കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജംഷഡ്പൂരിലെ ലബോറട്ടറിയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കേസിൽ വഴിത്തിരിവാകുമെന്ന് കരുതപ്പെടുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കേസ് പരിഗണിച്ചത്. SITയുടെ രേഖകൾ പ്രതിഭാഗത്തിന് ലഭിക്കുന്നത് തടയാൻ പ്രത്യേക തന്ത്രങ്ങൾ സർക്കാർ മെനയുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ക്ഷേത്രത്തിന്റെ വിശ്വാസവും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം നീതി നടപ്പിലാക്കണമെന്ന ആവശ്യം ഭക്തജനങ്ങളിൽ നിന്ന് ശക്തമാണ്. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനും അന്വേഷണം ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് കൂടി വ്യാപിക്കാനും സാധ്യതയുണ്ട്.